ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? ഞണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയൊക്കെ വറുത്തരച്ച ഒരു കിടിലൻ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ പൊതുവേ നോൺ വെജ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ് ഞണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് പലർക്കും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. എങ്കിലും വളരെ ഈസി ആയിട്ട് ഞണ്ട് ഉണ്ടാക്കുകയും ചെയ്യാം, ഞണ്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും തേങ്ങ വറുത്തരച്ച ഈ ഞണ്ട് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കടൽ ഞണ്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ടും എടുക്കാൻ പറ്റും. പിന്നീട് നമുക്ക് ഞണ്ടിങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, സവാള, തക്കാളി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചീര, പിന്നെ തേങ്ങ, ഇത്രയും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ നമുക്ക് വറുത്തരയ്ക്കാനുള്ള തേങ്ങയാണ്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്, ഗ്രേവിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ഗ്രേവിക്ക് വേണ്ടി നമ്മൾ തേങ്ങയൊക്കെ വറുത്തരയ്ക്കാൻ പോകുന്നുണ്ട്. പിന്നെ എല്ലാ സാധനവും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വറുത്തരയ്ക്കുന്ന കൂട്ടത്തിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും കണ്ടല്ലോ. ഇപ്പോൾ സവാളയ്ക്ക് ഇതേപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം, എങ്കിൽ മാത്രമേ അത് നല്ല സ്റ്റൈലായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ആ തേങ്ങ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സിയുടെ ജാറിലാക്കി ഇട്ടിട്ടുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ മാറ്റിയിരിക്കുന്നത്. പിന്നെ അതിലേക്ക് വറ്റൽ മുളക്, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അങ്ങനെ ചുവന്നുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരകമാണ്. അപ്പോൾ ജീരകവും അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ കുരുമുളക് നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിന് വേണ്ട എരിവ് വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വറുത്തരയ്ക്കുന്ന കറിക്ക് എരിവ് ഇത്തിരി മുന്നിൽ നിന്നില്ലെങ്കിൽ ആ ഒരു രുചി ഉണ്ടാവില്ല, പ്രത്യേകിച്ചും കുരുമുളകിൻ്റെ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങളൊക്കെ ചേർക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മളുടെ തേങ്ങയൊക്കെ ഏകദേശം ഇങ്ങനെ നല്ലപോലെ ഫ്രൈ ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ആ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വീണ്ടും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം മാത്രം ഇതിനെ നമുക്ക് അരച്ചെടുക്കാം. നല്ലതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പരിപാടിയൊക്കെ ഇവിടെ കൊണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്ത് ഞണ്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി അടുത്തടുത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി, അതായത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മൺചട്ടിയിലേക്ക് തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരേന്നായിട്ട് വഴറ്റിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ആ മൺചട്ടി നേരെ അടപ്പത്തേക്ക് വെച്ചു. പിന്നീട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചതച്ച് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതേപോലെ തന്നെ പച്ചമുളക്, അങ്ങനെ പച്ചമുളക്, ഈ സാധനങ്ങളെല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരക്കാൻ നേരത്തെ അതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിവേപ്പില ചേർക്കുമ്പോഴത്തേക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്കും തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്കിനി കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവനെയും കൂടി നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞണ്ടിനെന്ന് പറഞ്ഞൊരു പ്രത്യേകം കേട്ടോ, ഇതൊന്ന് ചൂടൊന്ന് തട്ടിയാൽ മാത്രം മതി, അപ്പം തന്നെ വെന്ത് കിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കടൽ ഞണ്ട് അങ്ങനെയാണത്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ തുടങ്ങും. പക്ഷെ നമ്മൾ നാടൻ ഞണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ മഡ് ഞണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പോൾ പൊതുവെ ഇപ്പോൾ കിട്ടാനില്ല, എല്ലാം ഈ എക്സ്പോർട്ട് ചെയ്ത് പോകണേന്. ആ സാധനം എന്നുണ്ടെങ്കിൽ ഒരിത്തിരി പ്രയാസമാണ് അതിനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്, പക്ഷേ ഒടുക്കത്തെ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്നും നല്ല ബ്രൗണിഷ് കളറൊന്നും ആകേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. കാരണം ഇതിനെ നമ്മൾ ഞണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത്, ഇറച്ചിക്കറി പോലെയൊന്നും അല്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ തക്കാളി ചേർക്കുന്നതായിരിക്കും കേട്ടോ. മറ്റേ തക്കാളി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു മധുരപ്പൊക്കെ ഉണ്ടാവും. നാടൻ തക്കാളിക്ക് അങ്ങനെയല്ല, നാടൻ തക്കാളിക്ക് പുളിയാണ്. പിന്നെ അതുമാത്രമല്ല നാടൻ തക്കാളിക്ക് വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മളുടെ ഗ്രേവിയൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്കാണ് ആ ഞണ്ട് കറിയായിട്ട് മാറാൻ പോകുന്നത്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഗ്രേവി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറൊക്കെ നല്ലതുപോലെ കുറുക്കി എടുക്കാം. കാരണം ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കാണ് ഇതിലുള്ള സകല എസൻസും ആ ഗന്ധവും
എല്ലാം കൂടി അങ്ങോട്ട് ഇളകിയിട്ട് അങ്ങോട്ട് ആ സ്മെല്ലൊക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങണേ. പിന്നെ ഞണ്ട് കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ, അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാരൊക്കെ അന്വേഷിച്ച് വരും ചിലപ്പോൾ, അയ്യോ ഞണ്ട് കറിയുടെ മണം വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ചാറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വേവുണ്ട് കേട്ടോ, ഇതേപോലെ അങ്ങോട്ട് കിടന്നാൽ മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊരു ഞണ്ടിൻ്റെ കാലൊക്കെ കടിച്ച് പൊട്ടിക്കുമ്പോഴത്തേക്കും വായപ്പോൾ ഇത്തിരി മുറിഞ്ഞിട്ടുണ്ട്, ഒരു തക്കാളി കഷ്ണം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സംഭവമൊക്കെ തിളച്ച് നമ്മൾ നല്ല കളറൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഞണ്ട് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞണ്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല മാംസമുള്ള ഞണ്ടാണ്. അതേപോലെ തന്നെ കാലെന്ന് പറയുമ്പോഴത്തേക്കും കാല് ഇതേപോലെ ഉടച്ചെടുത്തിട്ട് അതിനൊരു കല്ലുകൊണ്ട് ഇടിച്ച് പൊട്ടിക്കണം, എങ്കിൽ മാത്രമേ മസാലയൊക്കെ കയറി അതിലേക്ക് കയറി പിടിക്കുകയുള്ളൂ. അപ്പോൾ അതേപോലെയൊക്കെയാണ് എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് എടുത്ത് നിങ്ങളെ കാണിച്ച് തരാമായിരുന്നു എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന്. ഇനി ഒരിക്കലാവട്ടെ ഞണ്ട് ക്ലീൻ ചെയ്യേണ്ട എളുപ്പ വഴിയൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ഞണ്ട് കറി കൂട്ടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മളെ ഞണ്ട് ചട്ടിയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്തൊന്ന് വരട്ടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ തീയിലൊന്നും വെച്ച് കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ, ചെറിയ തീയിൽ മാത്രം ഒന്ന്, ചെറിയ തീയിൽ നൈസായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് മറിയാനൊന്നും നിൽക്കണ്ട. കാരണം ഇപ്പം തന്നെ ആ ഗ്രേവിയൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട്, ഗ്രേവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലതുപോലെ ഗ്രേവി ആയി കഴിയുമ്പോഴത്തേക്ക് നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ ഒന്ന് ചാർന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് നമുക്കിവനെ ഇറക്കി വെക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട്, മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പസമയം ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം അവസാനം ഇത് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിക്കളയാം. അപ്പോൾ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും വെള്ളം ഇപ്പോൾ ഉണ്ട്, പക്ഷേ ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവനങ്ങോട്ട് നല്ല ചാറൊക്കെ അങ്ങോട്ട് കുറുകി നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇരിപ്പുണ്ടാവും കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത കറികളുടെ പ്രത്യേകത അതാണ്, കുറച്ച് സമയം കഴിയണം ഇതൊന്ന് കുറുകി വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ചൂട് തട്ടുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് വെള്ളമൊക്കെ അങ്ങോട്ട് ഉണ്ടാവും, പക്ഷേ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ആയിരിക്കും. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ കറി, ഞണ്ട് കറി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗംഭീരമായിട്ടുള്ള ഞണ്ട് കറി. കണ്ടോ, നല്ല ഗ്രേവിയൊക്കെ നല്ല ശരിക്കും അങ്ങോട്ട് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വേറൊരു കാര്യമുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന ഞണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊന്നുള്ള ഞണ്ടെന്ന് പറയുന്നത്, പൊന്നുള്ള ഞണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണ കളറിലെ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ അകത്ത്. അത് അതിൻ്റെ നെയ്യോ അങ്ങനെ എന്തൊക്കെ തന്നെയാണ്, പക്ഷേ അതിന് ഭയങ്കര ടേസ്റ്റാണത്. അങ്ങനെ പൊന്നുള്ള ഞണ്ടിന് രുചി കൂടുതലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന ഞണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞണ്ടൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ വരുന്ന സമയമായിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ ഞണ്ട് കിട്ടാറുണ്ട്. അപ്പോൾ കിട്ടുമ്പോഴേക്കും ഇതേപോലെ ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ച് വെച്ച് നോക്കൂ. എപ്പോഴും കഴിക്കുന്നത് പോലെ ആയിരിക്കില്ല, വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയായിരിക്കും. ചോറ് കഴിക്കാനും അപ്പം കഴിക്കാനും പൊറോട്ട കഴിക്കാനും ഒക്കെ ഇതിൻ്റെ ഗ്രേവി മാത്രം മതിയാവും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ തന്നെ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സ്നേഹത്തോടെ അല്ലു.